1889 ഷിക്കാഗോയിൽ ജെയിൻ ആദംസ് കൂട്ടുകാരിയുടെ ഒപ്പം ഒരു വലിയ വീട് വാടകയ്ക്കെടുക്കുന്നു. എടുക്കുന്നത് ഹൾ ഹൗസ് എന്ന പേരിൽ പൊതുപ്രവർത്തനങ്ങൾ നടത്താനാണെങ്കിലും ജെയിനിന്റെ ശിഷ്ടജീവിതം ഇവിടെ ആവുകയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സാമൂഹിക ജീവിതം ഒക്കെ നിയന്ത്രിക്കപ്പെടുന്ന കാലമാണിതെന്ന് ഓർക്കണം. എന്നാൽ ജെയിൻ സ്വാധീനിച്ച മേഖലകൾ, നിയമങ്ങൾ ഒന്നിലും രണ്ടിലും ഒന്നും ഒതുങ്ങില്ല. കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ, ബാലവേല തടയാനും ഫാക്ടറി ജോലിക്ക് പകരം നിർബന്ധിതമായ അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ടുവരാനുമുള്ള നിയമങ്ങൾ, കുട്ടികൾക്കായി ജുവനൈൽ നിയമം, അതായത് മുതിർന്നവർക്കായുള്ള നിയമമല്ലാതെ ഒരു വ്യത്യസ്ത പ്രത്യേക നിയമ സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതിലവർ വിജയിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ അമേരിക്കൻ മാത്രമല്ല, മറ്റു കുടിയേറ്റക്കാരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തിനായും സ്ത്രീകളുടെ വോട്ടവകാശത്തിനായുമുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ലിസ്റ്റ് നീളുന്നു. തന്റെ വ്യക്തിജീവിതം ആരോഗ്യ പ്രശ്നങ്ങളാലും ഡിപ്രഷനും ഒക്കെ കൊണ്ട് കഷ്ടപ്പെട്ട അവർ പൊതു ആരോഗ്യത്തിനായും പ്രവർത്തിച്ചു. ഷിക്കാഗോയുടെ ആദ്യ വനിതാ സാനിറ്ററി ഇൻസ്പെക്ടറാണവർ. ചെറുപ്പത്തിലെ അമ്മ മരിക്കുന്ന അവർ കല്യാണം കഴിക്കാതെ തന്റെ ജീവിതം മൊത്തം പൊതു നന്മയ്ക്കായി മാറ്റിവെച്ചു. 1931 സമാധാനത്തിനായുള്ള നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറുകയാണവർ.